വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും അതുല്യമായ സംഗമമാണ് അയോധ്യ. അയോധ്യയിൽ ഇപ്പോൾ വളരെ മനോഹരമായ ഒരു കാഴ്ച കാണാൻ സാധിക്കും. എന്താണെന്നറിയാമോ? രാംലല്ലയെ കാണാനായിട്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് പേരാണ് അയോധ്യയിൽ പതിവായി എത്തുന്നത്. ഇപ്പോഴും ആ തിരക്കിന് യാതൊരു ശമനവും ഉണ്ടായിട്ടില്ല. ഇപ്പോഴൊക്കെ അയോധ്യയിൽ ചെന്നാൽ നമുക്കവിടെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു വീടുകളുടെ രൂപങ്ങൾ കാണാൻ സാധിക്കും. ഈ വീടുകളുടെ പ്രതിരൂപങ്ങൾ അവിടെ കൊണ്ട് വയ്ക്കുന്നത് ഭക്തരാണ്. അവിടെ വരുന്ന ശ്രീരാമ ഭക്തരാണ് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്രതീകാത്മക വീടുകൾ അവിടെ നിർമ്മിക്കുന്നത്. അതിൻ്റെ പിന്നിലുള്ള പ്രാർത്ഥന, അവർക്ക് സ്വന്തമായൊരു വീട് തരാൻ അവർ രാംലല്ലയോട് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു പ്രതീകാത്മകമാണ് ഈ വീടുകൾ, അവർ നിർമ്മിച്ചു വെക്കുന്ന ഈ വീടുകൾ. നമുക്കറിയാം, കുഞ്ഞുങ്ങളുണ്ടാകാത്തവർ തൊട്ടിൽ കെട്ടുന്ന ക്ഷേത്രങ്ങളുണ്ട്, അതുപോലെ തന്നെ പൊങ്കാലയിടുന്ന ക്ഷേത്രങ്ങളുണ്ട്, മണി കെട്ടുന്ന അമ്പലമുണ്ട്. ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ ഭക്തർക്ക് വളരെയധികം സുപരിചിതമായ ഇടങ്ങളാണ്. എന്നാൽ ഇത്തരത്തിൽ വീട് കെട്ടുന്നതിനായിട്ട് അയോധ്യയിൽ ഭക്തരെത്തി രാംലല്ലയുടെ ദർശനവും ആരാധനയും ഒക്കെ കഴിഞ്ഞ് ക്ഷേത്ര പരിസരത്ത് തന്നെ കിടക്കുന്ന ഇഷ്ടികകളും കല്ലുകളും ഉപയോഗിച്ച് ഇത്തരത്തിൽ സിംബോളിക്കായിട്ട് പ്രതീകാത്മകമായ ചെറിയ വീട് നിർമ്മിച്ചു വെക്കുന്നത് ഒരു പുതിയ തരത്തിലുള്ള ഒരു അർച്ചന എന്ന് വേണമെങ്കിൽ പറയാം. രാംലല്ലയുടെ അനുഗ്രഹം എന്നും തങ്ങളുടെ വീട്ടിലുണ്ടാകാനും തങ്ങൾക്ക് പുതിയ വീട് നിർമ്മിക്കാൻ അനുഗ്രഹിക്കാനും ഒക്കെ ഇവരെല്ലാവരും ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. പുതിയ വീട് എന്നത് മാത്രമല്ല, രാംലല്ല തങ്ങളുടെ വീടുകളെ അനുഗ്രഹിക്കണം. ഇങ്ങനെ ക്ഷേത്ര പരിസരത്ത് പ്രതീകാത്മകമായ വീട് പണിത് ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ തങ്ങളുടെ ആഗ്രഹം ഭഗവാൻ നിറവേറ്റും എന്നാണ് ഭക്തരുടെ വിശ്വാസം. അയോധ്യ പണ്ഡിറ്റ് വിഷ്ണുദാസ് ഇതിനെക്കുറിച്ച് വളരെ വിശദമായി പറയുന്നുണ്ട്. ക്ഷേത്ര പരിസരത്ത് പ്രതീകാത്മക വീടുകൾ പണിയുന്ന പാരമ്പര്യം വളരെ പഴക്കമുള്ളതാണ്. അത്ര പല ക്ഷേത്രങ്ങളിലും നോർത്തിലൊക്കെ ഇങ്ങനെ പണിയാറുണ്ട്. ഇങ്ങനെ ആളുകൾ വന്ന് ഈ രീതിയിൽ പ്രതീകാത്മകമായ വീടുകൾ നിർമ്മിക്കുന്നുവെന്നും കുറച്ച് നാളുകൾ കഴിയുമ്പോൾ സ്വന്തമായി വീട് വെച്ച ശേഷം ഭഗവാന് നന്ദി അർപ്പിക്കാൻ എത്തുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഇതുപോലെ സന്താന ലാഭത്തിനായി തൊട്ടിൽ കെട്ടിക്കഴിഞ്ഞ് ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ ആ കുഞ്ഞിനെയും കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ഒരു മണി കെട്ടി ഒരുപാട് ആഗ്രഹങ്ങൾ ഭഗവാനോട് പറഞ്ഞ് ആ ആഗ്രഹങ്ങൾ നിവർത്തിക്കുമ്പോൾ അവിടെ വന്ന് പൊങ്കാലയിടുന്നവരുണ്ട്. അങ്ങനെയെല്ലാം ഓരോ തരത്തിലുള്ള ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, നേർച്ചകളൊക്കെ പല ക്ഷേത്രങ്ങളിലുണ്ട്. ക്ഷേത്രങ്ങളിൽ പൂക്കളും പഴങ്ങളും കാണിക്കായി സമർപ്പിക്കുന്നത് സാധാരണമാണ്. ഇതുപോലെ തന്നെ ഈ അയോധ്യയിൽ ഇങ്ങനെ വീട് പണിഞ്ഞ് ഭക്തർ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ കർണാടകയിലൊരു ക്ഷേത്രമുണ്ട്. അവിടെ വളരെ വ്യത്യസ്തമായ ഒരു അർച്ചന, അങ്ങനെ ഒരു ആചാരമാണ് ഉള്ളത്. ഉപയോഗശൂന്യമായ വസ്തുക്കളാണ് അവിടെ കാണിക്കായി സമർപ്പിക്കുന്നത്. അത്ര ഉത്തര കന്നഡ ജില്ലയിലാണ് ഈ ക്ഷേത്രം. കാർവാറിലുള്ള മാരമ്മ ക്ഷേത്രം എന്ന് അറിയപ്പെടുന്ന ശ്രീ മാരികമ്പ ക്ഷേത്രത്തിലാണ് കൗതുകം നിറഞ്ഞ ഈ ആചാരം. ഭക്തരുടെ വീടുകളിൽ നമ്മൾ ഉപയോഗിക്കാത്ത സാധനങ്ങളുണ്ടെങ്കിൽ, ഉപയോഗശൂന്യമായ വസ്തുക്കളുണ്ടെങ്കിൽ അത് ഈ ക്ഷേത്രത്തിൽ വന്ന് കാണിക്കയായി സമർപ്പിക്കുക. അതിൽ തുണികളുണ്ടാകും, വളകളുണ്ടാകും, മുറമുണ്ടാകും, തൊട്ടിലുണ്ടാകും, ഇങ്ങനെ പല വസ്തുക്കളും ക്ഷേത്രത്തിൽ ഇങ്ങനെ കാണിക്കയായി ലഭിക്കാറുണ്ട്. ഇതിനെ മാരി ഹോർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കർവാറിൽ ഗീതാഞ്ജലി എന്നൊരു തിയേറ്ററുണ്ട്. ആ തിയേറ്ററിന് സമീപമാണ് ഈ മാരിദേവി ക്ഷേത്രമുള്ളത്. ആ മാരിദേവി ക്ഷേത്രത്തിന് സമീപമാണ് മാരി ഹോർ ശേഖരിക്കുന്നത്. തെക്കേ ഇന്ത്യയിലെ ശക്തിപീഠങ്ങളിൽ ഒന്നായ ശ്രീ മാരികമ്പ ക്ഷേത്രത്തിൽ കാണിക്ക സമർപ്പിച്ചാൽ എന്ത് ആഗ്രഹിച്ചാലും നടക്കും എന്ന് തന്നെയാണ് ഭക്തരുടെ വിശ്വാസം. ചർമ്മരോഗങ്ങൾ മാറാനായി ഒരു പാക്കറ്റ് ഉപ്പും ഇത്തരത്തിൽ കാണിക്കയായി സമർപ്പിക്കാറുണ്ട്. വർഷത്തിൽ ഒരിക്കൽ ഇത്തരത്തിൽ ക്ഷേത്രത്തിൽ കാണിക്കയായി ലഭിക്കുന്ന വസ്തുക്കൾ ശേഖരിക്കും. അത് ശേഖരിച്ച് അടുത്ത സമീപ ഗ്രാമത്തിലേക്ക് അയക്കും. മാരിഹോർ വാഹനത്തിൽ കയറ്റി അയക്കുന്നത് വരെ ഗ്രാമത്തിൽ ഉത്സവങ്ങളൊന്നും നടത്തില്ല. ഇങ്ങനെ വ്യത്യസ്തമായ ആചാരങ്ങളുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ നോർത്തിലൊക്കെ ഉണ്ട്. അതുപോലെ മറ്റൊരു ക്ഷേത്രം ഉത്തർപ്രദേശിലുണ്ട്. പ്രയാഗ്രാജിൽ അലോപി ബാഗിലാണ് അലോപി ദേവി ക്ഷേത്രമുള്ളത്. ഇവിടെ ത്രിവേണി സംഗമത്തിന് സമീപമാണ് ഈ ശക്തിപീഠം സ്ഥിതി ചെയ്യുന്നത്. അവിടെ ദേവിയുടെ വിഗ്രഹമോ ശക്തിപീഠ ഐതിഹ്യം അനുസരിച്ചുള്ള ഏതെങ്കിലും ഒരു അവയവത്തിൻ്റെ അടയാളമൊന്നും സൂക്ഷിച്ചിട്ടില്ല. പകരം ഇവിടെ ആരാധിക്കുന്നത് തൊട്ടിലിനെയാണ്. ഐതിഹ്യം അനുസരിച്ച് സതീദേവിയുടെ കയ്യിലെ നഖങ്ങൾ ഇവിടെ വീണ് അപ്രത്യക്ഷമായി എന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് ഈ സിദ്ധപീഠത്തിന് അലോപ്, അപ്രത്യക്ഷമായ ശങ്കരി എന്ന് നാമകരണം ചെയ്തത്. പ്രതീകമായി ഇവിടെ ഒരു തൊട്ടിൽ സ്ഥാപിച്ചു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റൊരു ഐതിഹ്യമുണ്ട്. മുൻപ് അതുവഴി കടന്നുപോയ വിവാഹ ഘോഷയാത്രയെ ഒരു സംഘം കൊള്ളക്കാർ ആക്രമിച്ചു. ഇതിനിടയിൽ പല്ലക്കിൽ വധു അപ്രത്യക്ഷയായി. അലോപി ദേവിയായിരുന്നു ആ വധു എന്നാണ് വിശ്വാസം. വിചിത്രമായ തിരോധാനത്തിന്റെ സ്മരണയ്ക്ക് ആ ദിവ്യ വധുവിനെ ആരാധിക്കാൻ അതേ സ്ഥലത്തൊരു ക്ഷേത്രം പണിതു. ശ്രീകോവിലിൽ ഒരു മരത്തൊട്ടിൽ സ്ഥാപിച്ചു. മറ്റൊന്ന് ഗുവാഹത്തി, ആസാമിലെ കാമാഖ്യ ക്ഷേത്രം. അവിടെ ഈ ക്ഷേത്രമുള്ളത് നിലാച്ചൽ മലനിരകളിലാണ്. കാംരൂപ് ജില്ലയിലാണ് ഈ ക്ഷേത്രമുള്ളത്. അഷ്ടദശ ശക്തിപീഠങ്ങളിൽ ഒന്നാണ്. കാമാഖ്യ ദേവിക്ക് സമർപ്പിച്ച ക്ഷേത്രമാണ്. വിഷ്ണു ഭഗവാൻ സുദർശന ചക്രത്താൽ ഛിന്ന ഭിന്നമാക്കിയ സതീദേവിയുടെ ഭൗതിക ദേഹത്തിൽ നിന്ന് ജനനേന്ദ്രിയം ഭൂമിയിൽ വീണത് ഈ ക്ഷേത്രം ഇരിക്കുന്നിടത്താണെന്നാണ് വിശ്വാസം. ശ്രീകോവിലിൽ ആരാധിക്കുന്നതും അതിൻ്റെ പ്രതീകാത്മക രൂപമാണ്. ദേവിയുടെ ആർത്തവ ആഘോഷമെന്ന് വിശേഷിപ്പിക്കുന്ന വാർഷിക ഉത്സവമായ
അംബുബാച്ചി മേള പ്രസിദ്ധമാണ്. ഈ ആഘോഷവേളയിൽ ദേവിയുടെ വിശ്രമത്തിനായി ക്ഷേത്രം 3 ദിവസത്തേക്ക് അടച്ചിടും. 4-ാം ദിവസം ആരാധനയ്ക്കായി ക്ഷേത്രം തുറക്കും. മേളയ്ക്ക് നിരവധി തീർത്ഥാടകരും യോഗിനികളും യോഗികളും ഒക്കെ ഇവിടെ ഒത്തുകൂടും. സംഗീതവും ആഘോഷവും കൊണ്ട് ഈ പ്രദേശം മുഴുവൻ സജീവമായിരിക്കും. അവിടെ ആത്മീയ പ്രാധാന്യത്തിനും അപ്പുറം അസമിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെ ആഘോഷമാണ് നടക്കുക. കരകൗശല വിദഗ്ധർ, കലാകാരന്മാർ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു അവസരം കൂടിയാണ്. ജ്വാലാമുഖി ക്ഷേത്രം ഹിമാചൽ പ്രദേശ് വിഗ്രഹങ്ങളില്ലാത്ത ക്ഷേത്രം എന്ന നിലയിൽ പ്രശസ്തമായ ശക്തിപീഠമാണ്. ഹിമാചൽ പ്രദേശിലെ ജ്വാലാമുഖി പട്ടണത്തിലെ ഈ ക്ഷേത്രം ജ്വാലാമുഖി ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്നു. പ്രകാശത്തിന്റെ ദേവത അല്ലെങ്കിൽ ജ്വലിക്കുന്ന ദേവിയാണ് ജ്വാലാമുഖി. മലനിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൽ നിന്നാൽ ദൗലാധർ പർവ്വതനിരകളുടെ മനോഹരമായ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. മഹാവിഷ്ണു സതിയുടെ മൃതദേഹം വേർപ്പെടുത്തിയപ്പോൾ നാവ് വീണത് ഇവിടെയാണെന്നാണ് വിശ്വാസം. ഈ സ്ഥലം പാണ്ഡവർ സന്ദർശിച്ചിരുന്നതായും പറയപ്പെടുന്നു. എന്തായാലും അയോധ്യയിലെ പ്രതീകാത്മക വീടുകളിൽ നിന്ന് തുടങ്ങി ഭാരതത്തിൽ അപൂർവമായ കൗതുകകരങ്ങളായ ആചാരങ്ങളുള്ള ക്ഷേത്രങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ കടന്നുപോയത്. എന്തായാലും വിചിത്രങ്ങളായ ഒരുപാട് ആചാരങ്ങൾ കൊണ്ട്, അത്തരത്തിലുള്ള ഒരു സംസ്കാരം കൊണ്ട് സമ്പന്നമാണ് ഭാരതം എന്ന കാര്യം പറയാതിരിക്കുക വയ്യ. ക്ഷേത്രങ്ങൾ കൊണ്ട് സമ്പന്നമാവുമ്പോഴും ആ ക്ഷേത്രങ്ങളിലെ ആചാരങ്ങൾ കൊണ്ട് അതിൽ കൂടുതൽ സമ്പന്നമാണ് ഭാരതത്തിലെ ഓരോ ക്ഷേത്രവും ക്ഷേത്ര വിചാരങ്ങളും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.